ഹലോ, ഇന്ന് ലക്ഷദ്വീപിലെ ഡേ 3 ആണ്. ഇന്നത്തെ ദിവസത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ലക്ഷദ്വീപിലെ ലാസ്റ്റ് ഡേ ആണ് ഇന്ന്, ആൻഡ് ഓൾസോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേ. ലക്ഷദ്വീപ് എന്ന് കേട്ടപ്പോഴത്തേക്ക് എൻ്റെ മൈൻഡിൽ ഫസ്റ്റ് വന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ സ്കൂബ ഡൈവിംഗ് ആണ്. സോ ഇന്ന് നമ്മളിതാ സ്കൂബ ഡൈവിങ് ചെയ്യാൻ പോവുകയാണ്. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് സ്കൂബ എക്സ്പീരിയൻസ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല എക്സൈറ്റഡ് ആണ്. സ്കൂബ ചെയ്യാനായിട്ട് ഞങ്ങൾ എത്തിയേക്കുന്നത് അമ്മാത്തിയിലാണ്. ആദ്യം തന്നെ സ്ക്യൂബ ടീം ഞങ്ങൾക്ക് സ്ക്യൂബയെക്കുറിച്ചൊരു ഇൻട്രൊഡക്ഷൻ തന്നു. എന്നിട്ട് അവർ കുറച്ച് ഇൻസ്ട്രക്ഷൻസും നമ്മൾ ബാക്കിയുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള സിഗ്നൽസും എല്ലാം പറഞ്ഞു തന്നു. അത് കഴിഞ്ഞിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഒരു കൺസെൻറ്റ് ഫോം തന്നിട്ടുണ്ടായിരുന്നു. അത് ഫില്ല് ചെയ്യുന്ന ടൈമിൽ ചെറുതായിട്ടൊരു ടെൻഷൻ വന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, ആരെയൊക്കെയോ മനസ്സിൽ ധ്യാനിച്ച് നേരെ ബോട്ടിലേക്ക് കയറി. കുറേ ഓക്സിജൻ സിലിണ്ടേഴ്സും മാസ്കും എന്തൊക്കെയോ സാധനങ്ങളുമായിട്ട് സ്ക്യൂബ ടീമും ഞങ്ങളുടെ കൂടെ കയറി. അങ്ങനെ ഞാൻ രണ്ടും കൽപ്പിച്ച് സ്ക്യൂബയ്ക്ക് റെഡിയായി വെള്ളത്തിലേക്ക് ഇറങ്ങി. തലേ ദിവസം സ്നോർക്കലിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസും ഇതും കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിരുന്നു. സ്നോർക്കലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ആ സർഫസിൽ നിന്ന് താഴെത്തട്ടിലുള്ള കാര്യങ്ങൾ നോക്കുമായിരുന്നു. സ്ക്യൂബ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നല്ല ഡെപ്തിലൊക്കെ ഇറങ്ങി വന്നു മീനുകളെയും കോറൽസിനെയും എല്ലാം നല്ല ക്ലോസറായിട്ട് കാണുകയാണ്. സ്റ്റാർട്ടിങ്ങിൽ ഇവർ കുറച്ച് ബ്രീത്തിങ് പാറ്റേൺസ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ വെള്ളത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ കുറച്ചൊന്ന് പാനിക്കായി പഠിച്ച ബ്രീത്തിങ് പാറ്റേണൊക്കെ മറന്നുപോയി. അങ്ങനെ എനിക്ക് കുറച്ച് ഉപ്പുവെള്ളം കുടിക്കേണ്ടി വന്നു. എന്നെ ഒട്ടും പാനിക്കാക്കാതെ തന്നെ പുള്ളി അത് കറക്റ്റ് ചെയ്ത് തന്നു. ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് ട്രെയിനേഴ്സ് നമുക്ക് പ്രഷർ കറക്റ്റ് ചെയ്യാനുള്ള ഇൻഡിക്കേഷൻസ് തരും. അങ്ങനെ പോയി ഒരു പോയിൻ്റ് കഴിഞ്ഞ് നമ്മളെ ഏറ്റവും താഴത്തെ തട്ടിൽ കൊണ്ട് എത്തിക്കും. സ്ക്യൂബ ചെയ്തപ്പോഴത്തേക്കാണ് എനിക്ക് ആ ഒരു കാര്യം മനസ്സിലായത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേൾഡ് തന്നെ ഈ വെള്ളത്തിൻ്റെ അടിയിലുണ്ടെന്ന്. അങ്ങനെ സ്ക്യൂബ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു കയറിയപ്പോഴത്തേക്കും എന്തെന്നില്ലാത്ത ഒരു സന്തോഷമായിരുന്നു. എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്ത ഒരു സാറ്റിസ്ഫാക്ഷനിൽ ഞാൻ തിരിച്ചു കയറി. സ്ക്യൂബ കഴിഞ്ഞ് കയാക്കിംഗ് ഉണ്ടായിരുന്നു. ലഞ്ച് കഴിഞ്ഞ് അടുത്ത ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് സാൻഡ് ബാഗ് ബീച്ചാണ്. സാൻഡ് ബാഗ് ബീച്ചിലോട്ട് പോകുന്നത് ഗ്ലാസ് ബോട്ടിലാണ്. ബോട്ടിൻ്റെ സെൻറ്റർ പോർഷൻ റെക്റ്റാങ്കുലർ ഷേപ്പിൽ ഗ്ലാസ് പീസാണ്. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോഴത്തേക്കും നമുക്ക് കടലിൻ്റെ അടിയിലുള്ള ഫുൾ വ്യൂസും കാണാൻ പറ്റും. ഈ ഒരു പോർഷനിലായിട്ട് ഒരുപാട് ബ്രെയിൻ കോറൽസ്, ഫിംഗർ കോറൽസ്, അങ്ങനെയൊക്കെ കുറേ ടൈപ്പ് ഓഫ് കോറൽസിനെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടേക്ക് വരുന്നതിന് മുന്നേ തന്നെ ലോക്കൽസ് പറയുന്നുണ്ടായിരുന്നു ആമയെ കാണാൻ പറ്റുമെന്ന്. ആമയെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ ആലോചിച്ചു, ആമയെ നമ്മൾ ഓൾറെഡി കാണുന്നത് തന്നെയല്ലോ, ഇതെന്താ ഇത്ര പ്രത്യേകതയെന്ന് ആലോചിച്ചു. പക്ഷെ ആമയെ കണ്ടപ്പോഴത്തേക്കാണ് മനസ്സിലായത്, ഓക്കെ, ഇവിടുത്തെ ആമകൾക്ക് പ്രത്യേകതയുണ്ട്. നമ്മൾ നാട്ടിൽ കാണുന്ന ആമകളുടെ ഒരു 4 ഇരട്ടി സൈസ് കാണും ഇവിടുത്തെ ആമകൾക്ക്. കുറേ നേരം ചേസ് ചെയ്തിട്ടും ഒറ്റ ആമയും ക്യാമറയ്ക്ക് പിടിയേറാതിരുന്നപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ആമയും വിട്ടിട്ട് അടുത്ത സാൻഡ് ബാഗിലേക്ക് തന്നെ തിരിച്ച്. ഇതാണ് സാൻഡ് ബാഗ് ബീച്ച്. സാൻഡ് ബാഗിൽ എത്തിയപ്പോഴത്തേക്കും ഏകദേശം സൺസെറ്റ് ടൈമായി. അവിടെ നിന്ന് നല്ല പീസ്ഫുള്ളായിട്ടുള്ള ഒരു സൺസെറ്റും കണ്ടിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പയ്യെ തിരിച്ച്. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്കാണ് താഴെ കൂടെ ഓടിപ്പോകുന്ന ഇദ്ദേഹത്തെ കണ്ടത്. ഇത് ആക്ച്വലി ക്രാബിൻ്റെ ഒരു വേരിയൻ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇത് മൂവ് ചെയ്യുന്നത് ആ ഷെല്ലും കൊണ്ടാണ്. പക്ഷേ ഈ ഷെല്ല് അതിൻ്റെ അല്ല, ഒരു എംപ്റ്റി ഷെല്ല് കണ്ടു കഴിഞ്ഞാൽ ഈ ക്രാബ് അതിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. അങ്ങനെ സൺസെറ്റ് ടൈമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ സാൻഡ് ബാഗിൽ നിന്ന് തിരിച്ചു. ബോട്ട് നേരെ തിരിച്ചെത്തുന്നത് അന്താൻ ബീച്ചിലോട്ടാണ്. ഞങ്ങൾ അന്താൻ ബീച്ചിനെ ഒരു മിനി ഗോവയായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. ലക്ഷദ്വീപിലെ ബാക്കി സ്ഥലങ്ങളെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഡിഫറെൻറ്റ് വൈബ് തന്നെയാണുള്ളത്. അത്യാവശ്യം മ്യൂസിക്കും ലൈറ്റ്സും എല്ലാം ആയിട്ട് നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. അങ്ങനെ ലക്ഷദ്വീപിലെ എല്ലാ ആക്ടിവിറ്റീസും വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ നാളെ തിരിച്ചു പോവുകയാണ്. വന്ന ദിവസം തൊട്ടേ ഞാൻ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്ന് തപ്പുമായിരുന്നു. അപ്പോഴാണ് മാസിനെ പറ്റി കേട്ടത്. ഇത് കണ്ട ഒരു തടി കഷ്ണമായിട്ട് തോന്നുമെങ്കിലും ഇതല്ല, ഇതൊരു ഉണക്കിയ മീനാണ്. ഇത് കറി ഉണ്ടാക്കാനാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ലക്ഷദ്വീപിൽ സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ്. ആരും തെറ്റിദ്ധരിക്കേണ്ട, ഇതാണ് ദീപുണ്ട. ശർക്കരയും തേങ്ങയും വെച്ചുണ്ടാക്കുന്ന ഒരു സ്വീറ്റാണിത്. ഇതൊരു വാഴയിലയിൽ പൊതിഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ ലക്ഷദ്വീപിലെ വ്യൂസും ടേസ്റ്റും എല്ലാം എക്സ്പീരിയൻസ് ചെയ്ത് ഫൈനലി ഡേ 4 ആയപ്പോഴത്തേക്കും ഞങ്ങളുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ എയർപോർട്ടിലേക്ക് എത്തി.
ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ വന്ന് ഒരുപാട് എൻജോയ്മെൻറ്റും മെമ്മറീസും ഉണ്ടായ ഒരു ട്രിപ്പായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷദ്വീപ് ട്രിപ്പ് എനിക്ക് എപ്പോഴും സ്പെഷ്യലായിരിക്കും. അങ്ങനെ ലക്ഷദ്വീപ് സ്റ്റോറീസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്.